ഈ വണ്ടീനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഒരു ഇലക്ട്രിക് കാർ ഇതിന് മുന്നേ ഒരു വണ്ടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, വിന്റേജ് കാർ റോൾസ് റോയ്സ് ഹോംമെയ്ഡ് ഡ്യൂപ്ലിക്കേറ്റ്. എന്തായാലും അടിപൊളി സാധനം. അപ്പം അതിനുശേഷം ഒരു ഇലക്ട്രിക് കാർ ഉണ്ടാക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ ഇലക്ട്രിക് കാർ ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മളിപ്പം ഓരോ ഇലക്ട്രിക് കാർ ബൈക്കുകളൊക്കെ ഉണ്ട്. ബൈക്കിന് എടുത്ത് നോക്കുകയാണെങ്കിൽ ഏറ്റവും വില കുറഞ്ഞ ഒരു ബൈക്കിന് ഒരു 80,000 രൂപ എന്തായാലും കൊടുക്കേണ്ടി വരും. അതിന് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന മൈലേജ് 40 to 50, 60 ഒക്കെ കിട്ടും. പക്ഷെ ആ മൈലേജ് കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ വരെ പോവാം. അപ്പൊ തിരിച്ചെങ്ങനെ വരും? തിരിച്ചു വരണമെങ്കിൽ നമുക്ക് അവിടെ ആരെങ്കിലും സ്ഥലത്ത് പോയിട്ട് ചാർജ് ചെയ്യണം. നമ്മുടെ കസിന്റെ വീട്ടിലൊക്കെ ചാർജ് ചെയ്യണം. അല്ലെങ്കിൽ നമുക്ക് എന്താ ചെയ്യാം, വേറെ ഏതെങ്കിലും വണ്ടിയിൽ കെട്ടി വലിച്ചുകൊണ്ടു. അപ്പോൾ ഞാൻ ഒരു വ്യത്യസ്തമായി ചിന്തിച്ചു. അപ്പം സോളാറിൽ ഒരുപാട് കാര്യങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട്. കൊച്ചിൻ എയർപോർട്ട് ഇന്റർനാഷണൽ എയർപോർട്ട് മൊത്തം സോളാർ സിയാലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ എന്തുകൊണ്ട് നമുക്ക് ഇത് കാറിന്റെ പരീക്ഷിച്ചുകൂടാ? ഇതിപ്പം കേരളത്തിൽ ഇപ്പം ഞാൻ അങ്ങനെ ആരും ചെയ്ത് കണ്ടിട്ടില്ല. ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം. അപ്പൊ ഞാൻ അതിനെ കുറിച്ച് ചിന്തിച്ചപ്പോഴാണ് ഞാൻ ആദ്യം ഇതൊക്കെ നമുക്ക് ആമസോണിൽ കിട്ടുന്ന സാധനം തന്നെയാണ്. നമുക്ക് ആർക്കും ചെയ്യാം, ഇലക്ട്രിക് കാർ സ്കൂട്ടർ ഒക്കെ ഉണ്ടാക്കാം. പക്ഷെ നമുക്ക് ഓട്ടത്തിൽ തന്നെ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന എനർജി സൂര്യപ്രകാശത്തിൽ നിന്ന് എങ്ങനെ ചാർജ് ആവും എന്നുള്ള ഒരു ചിന്താഗതിയിലാണ് ഇങ്ങനെ വന്നത്. ഇത് ഞാൻ 3 പാനലാണ് യൂസ് ചെയ്തത്. 12 വോൾട്ട് 40 വാട്ട്സ് വരെ ഒന്ന്, അങ്ങനെ 3 പാനലാണ് യൂസ് ചെയ്തത്. അതിന് നമുക്ക് നേരെ ഒരു ഇതിലെ സോളാർ ചാർജിങ് കൺട്രോൾ 3 പാനലായിട്ടാണ് കിടക്കുന്നത്. 3 പാനൽ. അത് ഇതിങ്ങനെ ജോയിൻ ചെയ്താ അപ്പൊ നമുക്ക് റൂഫുമായി. അപ്പൊ നമ്മള് വെയിലുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം എത്ര കിലോമീറ്റർ കിട്ടും? മീൻസ് അങ്ങനെ കിലോമീറ്റർ കണക്ക് എനിക്ക് പറയാൻ കാണാം. ഒന്നാമത് നമുക്ക് ഇത് പുറത്ത് ഇങ്ങനെ ഓടിക്കാനുള്ള ഒരു പെർമിഷൻ ഒന്നും കിട്ടിയിട്ടില്ല ഇതുവരെ. പക്ഷെ എന്തായാലും ഇത് ഞാനിപ്പോ ഫുൾ കംപ്ലീറ്റ് വർക്ക് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 1 മാസത്തിന്റെ അടുത്തായില്ലേ? 1 മാസത്തിന്റെ അടുത്തായിട്ടുണ്ട്. അപ്പൊ ഈ ഒരു സമയങ്ങളിലൊന്നും ഞാൻ ചാർജിങ്ങിന് ഞാൻ വേറെ സ്ഥലത്തേക്ക് പോകേണ്ടി വന്നില്ല. ഞാൻ എന്റെ വീടിന്റെ മുറ്റത്ത് അതിൽ നിന്ന് ചാർജ് ആവുന്നുണ്ട്. അപ്പൊ നമ്മള് ഈ ഒരു സാധനമാണ് നമ്മളെ ചാർജിങ് കൺട്രോൾ. ഇതാണ് ഞാൻ പുതിയതായിട്ട് വെച്ചെന്ന് പറഞ്ഞത്. പുതിയ ഞാൻ സിംഗിളിലായിരുന്നു കൊടുത്തത്. ഇപ്പൊ ചാർജിങ് നടക്കുന്നുണ്ട്, കാണാണ്ടോ? അത് വെളിച്ചം കുറവാണ്. ഇത് നമ്മള് 12 വോൾട്ടിന്റെ 4 ബാറ്ററി ഞാൻ അതിന്റെ അടിയിൽ കൊടുത്തത്. 12 വോൾട്ടിന്റെ 4 ബാറ്ററി. ഇതാണ് ബാറ്ററി. ഈ 4 ബാറ്ററി. ഇത് നമുക്ക് ലിഥിയം ബാറ്ററിയാണ് സാധാരണ സ്കൂട്ടറിലൊക്കെ വരാം. ലിഥിയം അയൺ ബാറ്ററി. അതിന് ബാറ്ററിക്ക് 48 വോൾട്ടിന് ഏകദേശം നമുക്ക് ഒരു 30,000 മുതൽ 35,000 രൂപ വരെ വരും. അപ്പൊ നമുക്ക് അത് വാങ്ങാനുള്ള പൈസ ഇല്ലാത്തത് കൊണ്ടാണ് ഈ ലെഡ് ആസിഡ് ആണെങ്കിൽ നമുക്ക് വില കുറവാണ്. എനിക്ക് 9,000 രൂപ ആയിട്ടുള്ളൂ 4 ബാറ്ററി. ഈ മോട്ടർ 48 വോൾട്ട് 750 വാട്ട്സിന്റെ DC മോട്ടറാണ് ഞാൻ വാങ്ങിച്ചത്. നമ്മൾ ഈ ഇലക്ട്രിക് സ്കൂട്ടർ ഉണ്ടാക്കാനുള്ള ഒരു കിറ്റ് ഉണ്ട്. അത് 8,500 രൂപയാണ്. അതിൽ ഒരുവിധം എല്ലാ സാധനങ്ങളും വരും വിത്തൗട്ട് ബാറ്ററി. അതിൽ വന്നതാണ് ഈ ത്രോട്ടൽ. ഈ ത്രോട്ടലിന് ഞാൻ ഒരു ആക്സിലറേറ്റർ പെഡൽ കൊടുത്തതാണ്. പിന്നെ ഈ സ്റ്റിയറിംഗ് എന്ന് പറയുന്നത് നമ്മളെ സ്ക്രാപ്പ് വാങ്ങിച്ചാണ്. അപ്പൊ ഇത് ഇങ്ങനെ തന്നെ എനിക്ക് കിട്ടി ഒരു 1,500 രൂപയ്ക്ക്. ചെലവ് വന്നത് ഏകദേശം ഒരു 23,000 രൂപ അടുത്ത് ചെലവ് വന്നത്. ഹൈലൈറ്റ് പറഞ്ഞാൽ നമ്മള് സോളാർ പാനലാണ്. ബാക്കിയൊക്കെ സാധാരണ നമുക്ക് ചെയ്യാവുന്ന ഒരു സാധനം തന്നെ. പൾസർ ബൈക്കിന്റെ സാധനം, പിന്നെ അതിന്റെ ഷോക്കും ഫ്രണ്ട് നോക്കുകയാണെങ്കിൽ അതുപോലെ തന്നെ അർബാനല്ലേ നമ്മൾ ടയറാണ് കൊടുത്തത്. അതിന്റെ പൾസറിന്റെ സിംഗാമാണ് ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ കൊടുത്തത്. പൾസറിന്റെ ഷോക്കുമാണ് ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതൊരു വീതി കുറച്ച് ഉണ്ടാക്കാൻ കാരണം ഒന്നാമത് എന്റെ വീട്ടിലേക്ക് കുറച്ച് അതിന്റെ കാര്യം പറഞ്ഞെ വീതി കുറച്ച് ഉണ്ടാക്കാൻ കാരണം ഇതിന് മുമ്പ് വിന്റേജ് കാർ ഉണ്ടാക്കിയ സമയത്ത് വീതി കുറച്ചിട്ടാണ് ഉണ്ടാക്കി. കാരണം വീട്ടിലേക്ക് കയറാനുള്ള വഴി വളരെ കുറച്ച് ചെറുതായതുകൊണ്ടാണ്. വഴിയുണ്ട്, പക്ഷെ അവിടെ വണ്ടി വെക്കാൻ സൗകര്യം. SRV എന്ന് പറയുന്നത് നമ്മൾ പണ്ട് മുതലുള്ള നമ്മളൊരു പെറ്റ് നെയിമാണ്. ആരാണ് വിളിക്കുന്നത് SRV എന്നുള്ളത്? അത് ഞാൻ തന്നെ വിളിക്കുന്നത്. പിന്നെ ഇത് GA ഷീറ്റ് കൊണ്ട് ഉണ്ടാക്കി കേട്ടോ. GA ഷീറ്റ് വളച്ചതാണ്. കുറച്ചും കൂടി ചെലവ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തത് നമ്മള് ഈ മാരുതിയുടെ ലോവർ ആമും അപ്പർ ആമും ഒക്കെയാണ് ശരിക്കും ഇവിടെ കൊടുക്കുക പഴയത്. പക്ഷെ ഞാൻ കൊടുത്തത് ഗേറ്റിന് വരുന്ന പിന്നാണ്. അത് കണ്ടില്ലേ, ഗേറ്റ് തിരിയാൻ. അപ്പൊ നമുക്ക് ഒരു 500 രൂപയോട് ഈ പരിപാടി കഴിഞ്ഞു. 500-600 രൂപയോട് തപ്പി നടക്കേണ്ട ആവശ്യമില്ല. അപ്പൊ എന്തൊക്കെ ഐഡിയകൾ വരുന്നത് അത് അതേമാതിരി തന്നെ ചെയ്തു. പിന്നെ ബാറ്ററി ചാർജിങ് ഒക്കെ ഇവിടെ കാണിക്കും കേട്ടോ. ഇതിപ്പോ ഫുൾ ചാർജാണ് കാണിക്കുന്നത്. ഫുൾ ചാർജിലാണ് ഈ ഫുൾ കട്ടാണല്ലേ. ഈ റെഡ് 4 കട്ടിങ് കണ്ടില്ലേ, ഫുൾ ചാർജ്. നമ്മളെ മെയിൻ സാധനം ഇതാണ്. ഇത് കിറ്റിന്റെ കൂടെ വരുന്ന ഈ കിറ്റ് വാങ്ങിപ്പോ വരുന്നല്ലേ. ഈ പാനലിന് 1,500 രൂപയുള്ളൂ കേട്ടോ. പാനൽ 1,500 അപ്പൊ 4,500 രൂപ പാനൽ വന്നിട്ടുണ്ട്. ബാറ്ററി ഒരു 9,000 രൂപ വന്നിട്ടുണ്ട്. പിന്നെ ഇതിപ്പോ നമ്മളെ കോസ്റ്റ് ആണല്ലോ പറഞ്ഞിരിക്കുന്നത് അല്ലേ. ഇത് ഞാൻ തന്നെ ഉണ്ടാക്കിയത് കൊണ്ടാണ് ഈ ചെലവിലായി. ഇതിവിടെ നമ്മള് ഒരു അഡീഷണൽ സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ റിവേഴ്സിലേക്ക് പോയി. ഇനി ബാക്കോട്ട് പോകുന്നുണ്ട്. ഇനിയിപ്പോ മുന്നോട്ടാക്കാണെങ്കിൽ തന്നെ നിൽക്കാൻ മതി. നല്ല വെയിലുണ്ടെങ്കിൽ നമുക്ക് ചാർജ്. ഞാൻ ഈ കൺട്രോളർ ഇല്ലേ, സോളാർ ചാർജിങ് കൺട്രോളർ സിംഗിൾ ആയിരുന്നു. ഇപ്പൊ 4 എണ്ണം കൊടുത്തു. 4 ഓരോ ബാറ്ററിക്ക് ഓരോന്ന് വീതം കൊടുത്തു.
അങ്ങനെയാണ് ചെയ്തത്. അപ്പൊ നമുക്ക് കുറച്ചും കൂടി ചാർജിങ് വെയിലുണ്ടെങ്കിൽ ചാർജിങ് നടക്കും. രാവിലെ നമ്മൾ വെയിലത്ത് നിർത്തിയിട്ടുണ്ടെങ്കിൽ ഒരു 3 മണിയാകുമ്പോഴത്തേന്, വൈകുന്നേരം 3 മണിയാകുമ്പോഴത്തേന് അത്യാവശ്യം നമുക്ക് ചാർജ് ആവും. അപ്പൊ നമ്മൾ സ്ഥലത്ത് പോവുകയാണെങ്കിൽ ചാർജിങ് സ്റ്റേഷൻ ഇല്ലെങ്കിലും പേടിക്കല്ല, നമ്മൾക്ക് അവിടെ വെയിലുണ്ടെങ്കിൽ വെയിലത്ത് നിർത്തിയിട്ടില്ലെങ്കിൽ പെട്ടില്ലേ, വെയിലില്ലേ പെട്ടി വേണ്ട കുഴപ്പമില്ല, നമ്മുടെ അഡാപ്റ്റർ ഉണ്ട്. വെയിലില്ലാതെ നിൽക്കൂലല്ലോ നമ്മുടെ കേരളത്തിലെ ക്ലൈമറ്റ്. പക്ക വെയിലില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, കിട്ടിയാൽ മതി. നമുക്ക് ധൈര്യം ഉണ്ടാവും എന്തായാലും വണ്ടി തിരിച്ച് കൊണ്ടുവരാൻ പറ്റുന്നു. കുറച്ചു നേരം വെയിറ്റ് ചെയ്താലും സംഭവം ചാർജ് ആയി കിട്ടും. നമ്മൾ തിരിച്ച് കൊണ്ടുവരാന്നില്ല, നമുക്ക് ഓടിച്ച് കൊണ്ടുവരാന്നില്ല. നല്ല വെയിലുണ്ടെങ്കിൽ നമുക്ക് മൈലേജ് അത്യാവശ്യം കിട്ടും തന്നെയാണ് എന്റെ പ്രതീക്ഷ. ഇതുവരെ എനിക്ക് അഡാപ്റ്റർ ചാർജ് ചെയ്യേണ്ടി വന്നിട്ടില്ല, ബുദ്ധിമുട്ട് വന്നിട്ടില്ല. കാരണം എന്റെ വീട്ടിൽ വെയിലുള്ളതുകൊണ്ട് ഉച്ച സമയത്തൊക്കെ ഞാൻ വെയിലത്ത് നിർത്തിയിടും. അപ്പൊ വൈകുന്നേരം ആകുമ്പോൾ റോഡിലേക്കൊക്കെ എടുക്കണമെങ്കിൽ അത് മതി എനിക്ക് ധാരാളം. കാരണം ഫ്രീ എനർജി നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത്. ഇനി ഇതുപോലെ ഒരു വലിയൊരു കാർ ഉണ്ടാക്കാൻ സാലുവിന് ധൈര്യം ഉണ്ടോ? നമുക്ക് ഒരു പരീക്ഷണങ്ങളൊക്കെ നടത്താൻ വേണമെങ്കിൽ ചെയ്യാൻ പറ്റില്ല. ഫ്യൂച്ചറിൽ വേണമെങ്കിൽ കാറുകളുടെ ബോഡിയൊക്കെ ചെറിയ സോളാർ പാനലിൽ വരാൻ ചാൻസ് ഉണ്ട്, സാധ്യത ഉണ്ട്. ബോഡി, ഡോറ്, ബോണറ്റ് ഒക്കെ പാനലിൽ വരാൻ ചാൻസ്. ഇത് നമുക്ക് ഈ പാനൽ ലൈഫ് ടൈം വാറണ്ടിയും കൊടുക്കുന്നുണ്ട്, കമ്പനി തരുന്നുണ്ട്. അപ്പൊ അതൊക്കെയാണ് നമ്മുടെ വണ്ടിയുടെ വിശേഷങ്ങൾ. നല്ലൊരു ഫീൽ വരുന്നുണ്ട് ഇവിടെ വന്നപ്പോൾ. ഞാൻ അതായത് കൊണ്ടുവന്ന സ്ഥലം മോശമില്ലല്ലോ, വളരെ മോശം. എല്ലാം അടിപൊളി സ്ഥലം, അടിപൊളിയല്ലേ. ഒരു പേടിണ്ടെന്നല്ല ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കാം, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഓക്കെ, താങ്ക് യു.